അലയാഴി തന്നിൽ അങ്ങടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരി നാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അരുളുന്നു. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. കാൽവരിനാഥ മിനിസ്ട്രിയുടെ 138 എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നാം കടന്നു വന്നിരിക്കുകയാണ്. വളരെ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിലും പതിവ് പോലെ അനുഗ്രഹീതമായ ഗാനങ്ങളും വളരെ അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യവും സന്ദേശവും കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതിനായി കർത്താവിനാൽ ഒരുക്കപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന, അതുപോലെ ജീവിത സാക്ഷ്യം പറയുന്ന, അതുപോലെ സന്ദേശം പറയുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരെ വലിയവനായി ദൈവം തന്നെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് നാം വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിയുന്നിടത്തോളം ആദ്യോടന്തം ഈ പ്രോഗ്രാമിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ കെ.സി. എബ്രഹാം ന്യൂഡൽഹി അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കും. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ സന്ധ്യയുടെ യാമത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന അടിയങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ മീറ്റിംഗിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരുതലും പരിപാലനവും ധാരാളമായിട്ട് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ജോയിൻ ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ കൃപയും കരുതലും ധാരാളമായിട്ട് അനുഭവിക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ. പ്രത്യേക ഷിലോങ്ങിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ തോംസൺ സഹോദരനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറിയ നാളുകൾ തന്റെ വയൽ പ്രദേശത്ത് കർത്താവിന്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയദാസനെ കർത്താവ് ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരന്റെ സാക്ഷ്യം കേൾപ്പാനും ദൈവവചനം കേൾപ്പാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ മാധ്യമത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ദൈവകൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഈ മീറ്റിങ്ങിന്റെ ആദ്യോടന്തം ദൈവിക പരിപാലനം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഗാനങ്ങൾ പാടുന്ന കൊയറിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ കർത്താവ് ധാരാളമായിട്ട് ബലപ്പെടുത്തണമേ. കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ആ ടാലന്തുകളെ കൂടുതലായിട്ട് വികസിപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് ധാരാളമായിട്ട് ബലപ്പെടുത്തണമേ. ഈ മീറ്റിങ്ങിന്റെ ആദ്യോടന്തം ദൈവിക പരിപാലനം അനുഭവിക്കാൻ സഹായിക്കണം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സഹോദരങ്ങളെ മുറ്റുമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമീൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 2 ഗാനങ്ങൾ കേൾക്കുവാനുള്ള അവസരം നമുക്കുണ്ട്. 2 ഗാനങ്ങൾ കേൾക്കുവാനുള്ള ഒരു അവസരം വലിയവനായ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ സൗര്യമാരായ ജാനിസ്, ലിസ്, റിജോയ് ദോഹ, അതുപോലെ അക്സാറ്റി സന്തോഷ് ഇവരെ ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ആ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രാരംഭ ഗാനം ജാനിസ് മകൾ ആലപിക്കുന്നു. എന്നേശുനാഥൻ തൻ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചത് എന്തത്ഭുതമെന്ന അനുഗ്രഹീതമായ ഗാനം നമുക്ക് കേട്ട് മടങ്ങി വരാം. എന്നേശുനാഥൻ തൻ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചതെന്തത്ഭുതം, എന്നെ രക്ഷിച്ചതെന്തത്ഭുതം. എന്നേശുനാഥൻ തൻ ജീവൻ തന്ന് എന്നെ
രക്ഷിച്ചതെന്തത്ഭുതം. പാപത്തിലുരുവായിരുന്ന എന്നെ, ദൈവകോപത്തിനധീനയായ എന്നെ, പാപത്തിലുരുവായിരുന്ന എന്നെ, ദൈവകോപത്തിനധീനയായ എന്നെ, പാപമോക്ഷം നൽകിടുവാനായി അവനിലേശു ജാതനായി, പാപമോക്ഷം നൽകിടുവാനായി അവനിലേശു ജാതനായി. എന്നീശുനാഥൻ തൻ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചതെന്തത്ഭുതം, എന്നെ രക്ഷിച്ചതെന്തത്ഭുതം. പാപം ചെയ്യുവാനറിയാത്തവൻ, പാപം ഒന്നുമേ ചെയ്തിടാത്തവൻ, പാപം ചെയ്യുവാനറിയാത്തവൻ, പാപം ഒന്നുമേ ചെയ്തിടാത്തവൻ, ദൈവത്തിനേകപുത്രനാം യേശു എനിക്കായി ക്രൂശിൽ യാഗമായി, ദൈവത്തിനേകപുത്രനാം യേശു എനിക്കായി ക്രൂശിൽ യാഗമായി. എന്നീശുനാഥൻ തൻ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചതെന്തത്ഭുതം, എന്നെ രക്ഷിച്ചതെന്തത്ഭുതം. എന്തു ഞാൻ നൽകുമെന്നീശുനാഥ, പകരം വെപ്പാനൊന്നും ഭൂവിലില്ല. എന്തു ഞാൻ നൽകുമെന്നീശുനാഥ, പകരം വെപ്പാനൊന്നും ഭൂവിലില്ല. സ്തുതിയും സ്തോത്രവും നൽകി ഞാൻ ഈ ഭൂവിലെന്നും ജീവിക്കുമേ, സ്തുതിയും സ്തോത്രവും നൽകി ഞാൻ ഈ ഭൂവിലെന്നും ജീവിക്കുമേ. എന്നീശുനാഥൻ തൻ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചതെന്തത്ഭുതം, എന്നെ രക്ഷിച്ചതെന്തത്ഭുതം, എന്നെ രക്ഷിച്ചതെന്തത്ഭുതം. താങ്ക് യു ജാനിസ്. നമ്മുടെ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാമുഗുരിച്ചാൻ്റെ കൊച്ചുമകളാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം പ്രിയമകളിൽ നിന്ന് കേൾക്കുവാൻ നമ്മെ ഇടയാക്കി, നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം അതെത്ര ശക്തമാണ്, വലുതാണെന്ന് നാം ഓർത്ത ദൈവത്തെ സ്തുതിക്കുക. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആ ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട് ഒരു പ്രഭാതങ്ങൾ ആരംഭിക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും നാം എന്തു ചെയ്യണം? കർത്താവിൻ്റെ ദാസൻ വിജയ് മാത്യു ന്യൂയോർക്ക് എഴുതിയ വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, ഒരു പ്രഭാത ഗാനം പോലെ അനുഗ്രഹീതമായ ഒരു ഗാനം, രാവിലെ ഉണരണം നീ എന്നും രാവിലെ ഉണരണം എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ഈ ഗാനം പ്രിയ അക്സാറ്റി സന്തോഷ് ആലപിക്കുന്നു. പ്രിയ മകളെ പ്രാർത്ഥനയോടെ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നമ്മളെ ഓർപ്പിക്കുന്ന രണ്ട് ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. പ്രിയ കുഞ്ഞുങ്ങളോടുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ദൈവം കൂടുതലായിട്ട് പാടുവാൻ, ദൈവത്തിന് വേണ്ടി പാടുവാൻ ദൈവം കൃപ നൽകി ബലപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് തോംസൺ ചാക്കോ നമ്മോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസനിൽ നിന്നുമാണ് തൻ്റെ ജീവിത സാക്ഷ്യങ്ങളും സന്ദേശവും കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നത്. 1978 ജനുവരി മാസം 25-ാം തീയതി ഇടുക്കി അടിമാലിയിൽ ഒരു മിഷണറി കുടുംബത്തിൽ ജനിച്ച് 1978 ജനിച്ച് വളർത്തപ്പെട്ട് ഒറീസയിൽ വെച്ച് 1998 കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് അതിനുശേഷം തന്നെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരുക്കി, കഴിഞ്ഞ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഒരുക്കി, ഏതാണ്ട് കഴിഞ്ഞ 20 വർഷത്തോളം മേഘാലയയിൽ ഷിലോങ്ങിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് തോംസൺ ചാക്കോ. അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങളായിരിക്കും. തീർച്ചയായിട്ടും താൻ കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ, അല്ലെങ്കിൽ തന്റെ ജനനം മുതൽ തന്നെ വിളിച്ച് വേർതിരിച്ച് ഇത്രയും നാൾ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയുടെ സാക്ഷ്യം ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ നമ്മോടുകൂടെയുണ്ട്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യവും ദൈവം തനിക്ക് തന്നിരിക്കുന്ന, നമുക്കായി തന്നിരിക്കുന്ന സന്ദേശവും കേൾക്കുവാൻ നമുക്ക് അവസരമുണ്ട്. കർത്താവിന്റെ ദാസൻ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ഈ സമയം ഉപയോഗിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷിച്ച് ഇപ്രകാരം ഇന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന കാൽവറിനാഥം മിനിസ്ട്രീസ് ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ എൻ്റെ അനുഭവസാക്ഷ്യവും അതുപോലെ തന്നെ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചെറിയ ചിന്തകൾ പറയുവാൻ ദൈവം നൽകിയ ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. വിശേഷാൽ ശബ്ദത്തിൽ പറഞ്ഞു എന്നെ ക്ഷണിച്ച ബ്രദർ സന്തോഷിനും അതുപോലെ ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ആകുന്ന ബ്രദർ മാമിൻ കുര്യനും എൻ്റെ നന്ദിയെ ഞാൻ ആദ്യമേ അറിയിക്കുന്നു. നാം ഇപ്പോൾ നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പ്രിയ കുഞ്ഞുങ്ങളെയും ആ രീതിയിൽ സഹായിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. വിശേഷിച്ച് ഇന്ന് എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നാം കേട്ടതുപോലെ ഒരു മിഷണറി കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം കർത്താവായ ദൈവം എനിക്ക് നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1978 കൂമ്പൻപാറ, അതായത് അടിമാലിക്ക് അടുത്തുള്ള കൂമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനവും അതേപോലെ ഞാൻ വളർത്തപ്പെട്ടതും അവിടെ വെച്ചാണ്. എൻ്റെ പിതാവിൻ്റെ പേര് PT ചാക്കോ. താൻ വാൽക്കുളമ്പ് വടക്കഞ്ചേരി, പാലക്കാടുള്ള വാൽക്കുളമ്പ് വടക്കഞ്ചേരി ഭാഗത്ത് എന്നുള്ള വ്യക്തിയാണ്. എൻ്റെ മാതാവ് മേരി ചാക്കോ കൂമ്പൻപാറയിൽ അടിമാലി എന്നുള്ള സ്ഥലത്താണ് എൻ്റെ മാതാവിൻ്റെ ജന്മസ്ഥലം. എൻ്റെ പിതാവ് ഒരു CRPF-ൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ ജോലി മധ്യേ ദൈവം തൻ്റെ വിളി കേൾക്കുവാനും അങ്ങനെ മണിപ്പൂരിൽ താൻ ജോലി ചെയ്യുന്ന സമയത്ത് കർത്താവ് വിളിച്ച വിളിക്കനുസൃതമായി ജോലി രാജിവെച്ച് ദൈവവചനം പഠിക്കുവാനും അതേപോലെ 1986 ഒഡീസയിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ പോകുവാനായിട്ട് ദൈവം സഹായിച്ചു. അവിടെ ഏകദേശം 20 വർഷക്കാലം ഒറീസയിലായിരിക്കാനും അനേക ചില സ്ഥലസഭകൾ സ്ഥാപിക്കപ്പെടുവാൻ കർത്താവ് പ്രിയ എൻ്റെ പിതാവിനെ എടുത്തുപയോഗിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആ രീതിയിലാണ് എനിക്ക് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് ഒരു സിസ്റ്ററാണുള്ളത്. അവളുടെ പേര് താര ജോബിൻ. അവർ കുടുംബമായ അയർലൻഡിലായിരിക്കുന്നു. അതുപോലെ എനിക്കൊരു സഹോദരനുമുണ്ട്. അവൻ ഇപ്പം നാട്ടിലാണ്, എബനേസർ പ്രസ്സിൽ ജോലി ചെയ്ത് എൻ്റെ മാതാപിതാക്കളോടൊപ്പം താൻ ആയിരിക്കുന്നു. എൻ്റെ രക്ഷയെക്കുറിച്ചും അതേപോലെ തന്നെ സ്നാനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചതും വളർന്നതും അടിമാലിയിലാണ്. ഏകദേശം ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ
ദൈവത്തിൻ്റെ വലിയൊരു കാര്യപരിപാടിയായിട്ട് ഞാൻ അത് മനസ്സിലാക്കുന്നു. ഞാൻ ഇന്നായിരിക്കുന്ന നോർത്ത് ഈസ്റ്റ്, എസ്പെഷ്യലി മേഘാലയ എന്ന് പറയുന്നത് ഏകദേശം അടിവാലി, മൂന്നാർ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് ഓർത്ത് ദൈവം എന്നെ അന്നേ തൊട്ട് ഒരുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഇടയായിട്ടുണ്ട്. എൻ്റെ പിതാവും മാതാവും അതുപോലെ അവർ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഒറീസയിലായിരുന്നപ്പോൾ എൻ്റെ സഹോദരിയെയും സഹോദരനെയും കൂടെ കൊണ്ടുപോയി. ഞാൻ 10 വരെ എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ അങ്ങനെ 10ാം ക്ലാസ്സിന് ശേഷം ആണ് ഞാൻ ഒറീസയ്ക്ക് പോകുവാനും അതിൻ്റെ ഇടയ്ക്ക് അവധിക്കൊക്കെ പോകുമെങ്കിലും സ്ഥിരമായിട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിപ്പാനും ആ നിലയിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് വലിയവനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിനുശേഷം ഞാൻ ഒറീസയിൽ പോയി. അവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ 15ാമത്തെ വയസ്സിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ഞാൻ ഒറീസയിലായിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള അസംബ്ലിയോടൊപ്പം, അവിടുത്തെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സഭയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും വില്ലേജുകളിലെല്ലാം പോയി സഭയിലുള്ള സഹോദരന്മാർ തന്നെ പല ടീമായിട്ട് തിരിഞ്ഞ് എല്ലാ ഞായറാഴ്ചകളിലും പോകാറുണ്ട്. അങ്ങനെ പ്രവർത്തനത്തിലുള്ള പോകുമ്പോൾ അവരോടുകൂടെ പോകുവാനും മിനിസ്ട്രി സഹായിക്കുവാൻ, മിനിസ്ട്രി എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാൻ വലിയ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എന്നെ തന്നെ ദൈവം എൻ്റെ മനസ്സിൽ ദൈവം ആ രീതിയിലുള്ള ഒരു ഭാരം നൽകുകയും ദൈവ വേലയിൽ ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉള്ളിലൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ദൈവം തരുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ പിതാവുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. പക്ഷേ അപ്പച്ചൻ അത്രയും എന്നെ എൻകറേജ് ചെയ്തില്ല. കാരണം ഒരു ജോലിയൊക്കെ ചെയ്ത് സുവിശേഷ വേലയിൽ പോവുക എന്നുള്ളതാണ് താൻ ആഗ്രഹിച്ചത്. കാരണം അന്നത്തെ സമയത്തും സാഹചര്യങ്ങളിലും അവരായിരിക്കുന്ന സാഹചര്യമാണ് ആ രീതിയിൽ പറയാനിടയാക്കിയതെന്ന് എനിക്കറിയാം. എന്നാലും ദൈവം തന്നിൽ പ്രവർത്തിക്കുകയും അങ്ങനെ എനിക്ക് ഒരു ബൈബിൾ കോളേജിൽ പോകാനുള്ള അവസരം ദൈവം എനിക്ക് സംജാതമാക്കി. അങ്ങനെ ഞാൻ 1997 ഞാൻ ബാംഗ്ലൂരുള്ള ഒരു ബൈബിൾ കോളേജിൽ പോകാനിടയായി തീർന്നു. ഞാൻ പോയ ബൈബിൾ കോളേജിൽ ഏകദേശം 800-ൽ പരം കുഞ്ഞുങ്ങളുണ്ട്, സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അതിൽ ഒരു 60 പേര് മാത്രമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൂ. ബാക്കി എല്ലാവരും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ സ്വർഗമാണെന്നൊക്കെ കരുതി ഞാൻ ഒരു ബൈബിൾ കോളേജിൽ ചെല്ലുമ്പോൾ, എന്നാൽ ഹോസ്റ്റലുള്ള അനുഭവം അത്ര നല്ലതല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ക്ലാസ് റൂംമേറ്റ്സ് അവർ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, പാൻപരാഗ് ഉപയോഗിക്കുന്നവരുണ്ട്, ചിലപ്പോഴെല്ലാം ചിലർ അത് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട്, മദ്യം ഉപയോഗിച്ച് ചില വഴക്കുകളൊക്കെ ഉണ്ടായി. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ആ ബൈബിൾ കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. ഞാൻ തിരിച്ചു പോകുവാനായിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് എനിവേ ഞാൻ ഇവിടെ വന്നത് ദൈവവചനം പഠിക്കാനാണ്. അങ്ങനെ ഞാൻ പഠിക്കുവാനായിട്ട് അവിടെ ശ്രമിച്ചു. എന്നാൽ 2ാമത്തെ വർഷം ഞങ്ങളുടെ കൂടെയുള്ള ഒരു ബാച്ച്മേറ്റ് താൻ ഒരു ഡ്രഗ്സ് എടുക്കുന്ന വ്യക്തിയായിരുന്നു. അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം താൻ ക്ലാസ് സ്കിപ്പ് ചെയ്തു. റിച്ച്മണ്ട് ടൗണിന് ബാക്ക് സൈഡിലോട്ടുള്ള ഒരു സെമിട്രി ഉണ്ട്, അവിടെ പോയി താൻ ഇഞ്ചക്റ്റ് എടുക്കുന്ന സമയത്ത് ഓവർഡോസ് എടുത്ത കാരണം താൻ അവിടെ സ്പോട്ടിൽ മരിക്കുവാനിടയായി തീർന്നു. ആ ഒരു സംഭവം തിരിച്ച് തൻ്റെ ബോഡി കോളേജിൽ കൊണ്ടുവരുന്നു. ആ ഒരു സംഭവം എന്നെ വളരെയേറെ മനസ്സിനെ അലട്ടുവാനിടയായി തീർന്നു. കാരണം കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ് എന്താണെന്നും നോർത്ത് ഈസ്റ്റിൽ ക്രിസ്ത്യാനികൾ അധികമുള്ള സ്ഥലമാണെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിലും യഥാർത്ഥമായി നോർത്ത് ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഐ ജസ്റ്റ് പ്രേഡ്. ഐ ഡു നോട്ട് നോ വെയർ ടു ഗോ. ഞാൻ എങ്ങോട്ടാണ് ഇനി എനിക്ക് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവമേ, നീ എന്നെ അയക്കുന്നുവെങ്കിൽ ഞാൻ പോകുവാൻ തയ്യാറാണ്. സോ ഹിയർ ഐ ആം ലോർഡ്, സെൻഡ് മീ. അപ്പോൾ അത്രമാത്രം ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ അന്ന് തൻ്റെ ബോഡി എംബാം ചെയ്ത് വിടുന്ന ആ ദിവസം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്നു മുതൽ എനിക്ക് നോർത്ത് ഈസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കളക്ഷൻസ്, അതായത് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുവാനായിട്ട് ഞാൻ തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ
വീണ്ടും അവിടെ പഠിക്കുവാനായിട്ട് ഞാൻ മുതിർന്നില്ല. അതിനുശേഷം ഞാൻ ആ ബൈബിൾ കോളേജ് വിട്ട ശേഷം ഞാൻ പത്തനംതിട്ടയിൽ BBAയിൽ ദൈവവചനം പഠിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് ഒരുക്കി. അങ്ങനെ 3 വർഷക്കാലം അവിടെ ആയിരിക്കാനും ദൈവവചനം നല്ല രീതിയിൽ പഠിക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ BTH കഴിഞ്ഞു ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ദൈവവചനം പഠിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വരികയും ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം തന്നെ ACയിൽ പോയി എൻട്രൻസ് എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ എഴുതിയപ്പോൾ തന്നെ ദൈവം കൃപ ചെയ്തു. അവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് ACയിലെ ഫീസൊന്നും കൊടുക്കുവാനുള്ള ആ ഒരു സ്ഥിതിയൊന്നുമില്ല. എന്നാൽ ദൈവം ഞങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു വർക്ക് സ്കോളർഷിപ്പൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുവാനും ആ രീതിയിൽ ദൈവവചനം അഭ്യസിക്കുവാൻ ACയിലും ഞങ്ങൾക്ക് ഇടയായി തീർന്നു. അപ്പോൾ അതിൽ ഒരു പാർട്ടായിട്ട് എനിക്കും എൻ്റെ കൂട്ടു സഹോദരന്മാരോടൊപ്പം തന്നെ ദൈവവചനം പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം വലിയവനായ ദൈവം ഒരുക്കി തന്നു. അങ്ങനെ എൻ്റെ മാസ്റ്റർ ഓഫ് തിയോളജി കഴിഞ്ഞ ശേഷം ഏകദേശം 1 വർഷക്കാലം എൻ്റെ മാതൃസഭയാകുന്ന ഉമ്രി ബ്രദറൻ അസംബ്ലി ഒറീസയിൽ എനിക്ക് മടങ്ങിപ്പോകുവാനും അവിടെ ആയിരിക്കാനും വലിയവനായ ദൈവം കൃപ ചെയ്തു. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഞാൻ സഭയെ അറിയിക്കുകയും അങ്ങനെ ഉമ്രി ബ്രദറൻ അസംബ്ലി എന്നെ കമൻറ്റ് ചെയ്യുകയും അവർ വളരെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെ മേഘാലയയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് മണിപ്പൂരിൽ വെച്ച് ജോലി റിസൈൻ ചെയ്യുമ്പോൾ തിരിച്ച് നോർത്ത് ഈസ്റ്റ് വന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ ഉണ്ടായത് മുഖാന്തരം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനത്തിൽ വരികയും ഒറീസയിലുള്ള പ്രവർത്തനം അവിടെയുള്ള ലോക്കൽ സഹോദരന്മാരെ ഏൽപ്പിച്ച് അങ്ങനെ 2005 ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഷില്ലോങ് തിരഞ്ഞെടുക്കുവാനുള്ള ഒരേ ഒരു കാരണം, 2 കാരണമാണുള്ളത്. ഒന്ന്, കൂടുതലായിട്ട് നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റുഡൻസ് പഠിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ആ സമയത്ത്. ഒന്ന് ഗോഹട്ടി, മറ്റൊന്ന് ഷില്ലോങ്. അപ്പോൾ ഷില്ലോങ് ആ രീതിയിൽ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. 2, ഇവിടെ നമ്മുടെ മിനിസ്ട്രി ഒന്നും ഇല്ലായിരുന്നു, ആരും ഇവിടെ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു 2 കാരണം ഞങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായതുകൊണ്ട് ആ രീതിയിൽ മേഘാലയയിൽ കടന്നു വന്നു. 2008 എൻ്റെ പിതാവ് നോംപോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. അത് ഏകദേശം 60 കിലോമീറ്റർ ദൂരമാണ്. അവിടെ ഒരു ഫാമിലി മുന്നോട്ട് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സഭാപ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പിതാവിന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരികയും അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ശേഷം താൻ മടങ്ങി വന്നു. എന്നാൽ തുടർന്ന് പോകുവാനായിട്ട് സാധിച്ചില്ല, കാരണം ഇതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലേസ് ആണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറണമെന്നുള്ള ഡോക്ടറിൻ്റെ അഡ്വൈസ് മുഖാന്തരം താൻ കേരളത്തിലേക്ക് മടങ്ങി പോവുകയും ഇന്ന് തൃശ്ശൂർ ഭാഗത്ത് ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നോമ്പയുള്ള പ്രവർത്തനം ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യുകയും ആ രീതിയിൽ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വിവാഹവും അതുപോലെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാര്യ ഷേർലി ഷിഫിയ എബനേസർ അസംബ്ലി പാണ്ടിക്കുടിയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ആ ചർച്ചിലുള്ള ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന ദാനിയൽ വില്യംസ് അബ്സനൊക്കെ YMEFന്റെ പ്രവർത്തനവുമായിട്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോവുകയും തിരിച്ചു വന്ന് അവർ പോയ വിസിറ്റും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പ്രവർത്തനത്തിൻ്റെ നീഡിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആ രീതിയിൽ തൻ്റെ മനസ്സിലും ദൈവവേല ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പഠനശേഷം താനൊരു ലാബ് ടെക്നീഷ്യനായിട്ട് എറണാകുളത്തുള്ള ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുമായിട്ടുള്ള ഒരു ആലോചന വരികയും ഞാൻ നാട്ടിൽ പോകുന്ന സമയം പോയി കാണുകയും ഞാൻ ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ആർ യു റെഡി ടു ഡു ദ ലോർഡ്സ് വർക്ക്? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് വ്യക്തമായ മറുപടി എനിക്ക് ലഭിക്കുകയും അങ്ങനെ ഞങ്ങൾ 2006 ജനുവരി 2-ാം തീയതിയാണ് കണ്ടുമുട്ടുന്നത്. അതേ മാസം ജനുവരി 21-ാം തീയതി ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നു. അതേ മാസം തന്നെ 28-ാം തീയതി ഞങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. അങ്ങനെ 2 ആഴ്ചക്കകത്ത് താൻ തൻ്റെ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 22 ഫെബ്രുവരി 2006 ഷില്ലോങ്ങിലേക്ക് ഞങ്ങൾ കടന്നു വരികയും അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കി. അന്നു മുതൽ ഇന്നുവരെയും പല രീതിയിൽ ഇവിടെയുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ സഹോദരിമാരുടെ ഇടയിൽ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ
പ്രിയ ഷിഫയും കർത്താവ് സഹായിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് രണ്ട് മക്കളെ നൽകി. മൂത്ത മോളുടെ പേര് കാരിസ എന്നാണ്. ഇപ്പോൾ അവൾ ക്ലാസ് 12 ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ഞങ്ങൾക്കൊരു മകനെ ദൈവം നൽകി. ക്രിസ്ത്യൻ എന്നാണ് പേര്. അവൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മെഹാലയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്ന് നമ്മുടെ പ്രവർത്തകരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഇതൊരു നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റാണ് മെഘാലയ എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ഏകദേശം 7 സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റാണ് മേഘാലയ. 1972 അത് ഡിവൈഡ് ആകുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് മേഘാലയയ്ക്ക് 12 ഡിസ്ട്രിക്ട്സ് ആണ് ഉള്ളത്. ഈ 12 ഡിസ്ട്രിക്റ്റിൽ ഇന്ന് നമ്മുടെ പ്രവർത്തനമുള്ളത് 2 ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ്. ഒന്ന് ഷില്ലോങ്, അതേപോലെ നോംപോ, എൻ്റെ പിതാവ് പ്രവർത്തിച്ചിരുന്ന ആ സ്ഥലത്ത്. ബാക്കി പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആളില്ലാത്തത് കൊണ്ട് ഇതുവരെയും അവിടെ ഞാൻ പോകാറുണ്ട്. പക്ഷേ വി കനോട്ട് കണ്ടിന്യൂ. കാരണം പല നല്ല ദൂരമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് വിശേഷിച്ച് ഇനിയും എത്തപ്പെടേണ്ട അനേക സ്ഥലങ്ങളുണ്ട്. അതിനെ പ്രാർത്ഥനയ്ക്കും അതേപോലെ തന്നെ ദൈവം ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇവിടെ കടന്നു വരുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇവിടെ 3 ട്രൈബാണുള്ളത്. ഒന്ന് ഖാസി, മറ്റൊന്ന് ജൈന്തിയ, 3ാമത്തെ ട്രൈബിൻ്റെ പേരാണ് ഗാരോ. അപ്പോൾ ഈ 3 ആണ് മെയിൻ ട്രൈബായിട്ടുള്ളതും അവരുടെ ഭാഷയും 3 ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ്. കാരണം എല്ലാ ഭാഷകളും എല്ലാ കൾച്ചറും അതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ മൈനർ ട്രൈബായിരിക്കുന്ന ഹജോങ്, കച്ച്, റിബ, മിക്കിർ, ചിൻ, സോമി ഇങ്ങനെയുള്ള പല ട്രൈബുകളും ഇവിടെയുണ്ട്. ഇവരുടെ അടുത്തും പ്രവർത്തനത്തിനുള്ള സാധ്യത വളരെയുണ്ട് എന്നുള്ളതും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഒരു ഏകദേശം ഇവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ 2005 ഇവിടെ മിനിസ്ട്രി തുടങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. 2006 ഒരു ചെറിയ കൊടിവരവോടുകൂടി പ്രവർത്തനം തുടങ്ങുവാൻ ഇടയായി തീർന്നു. 2007 ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പ്രിസണിൽ, ഇവിടെയുള്ള ജയിലിൽ പോകുവാനുള്ള പെർമിഷൻ ലഭിച്ചു. കഴിഞ്ഞ 17 വർഷമായിട്ട് ദൈവകൃപയാൽ ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും അവിടെ കടന്നു പോകുവാനും അനേകരെ കർത്താവിലേക്ക് നയിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്നും തുടരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2007 ചിൽഡ്രൻ മിനിസ്ട്രി തുടങ്ങി. അങ്ങനെ സൺഡേ സ്കൂളും അങ്ങനെയുള്ള ചിൽഡ്രൻസ് ക്ലബ്ബും അങ്ങനെയുള്ള പല മിനിസ്ട്രീസും ഇൻവോൾവ് ആക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. 2008 എമോസിൻ്റെ മിനിസ്ട്രി തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്യുന്നു. പിന്നെ 2015 ഇവിടെ ഉള്ളൊരു കോളേജാണ് NIT സ്റ്റുഡൻസ്, NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ ഒരു പ്രവർത്തനം തുടങ്ങുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു. അങ്ങനെ അവിടെ നിന്നും പല കുഞ്ഞുങ്ങളും കർത്താവിനെ അറിയുവാനും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും സഭയോട് ചേർന്ന് വരുവാനെല്ലാം ദൈവം സഹായിച്ചു. ഇന്നും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അകത്ത് വലിയൊരു നീടുള്ളത് ഈ വർഷം മുതൽ അവരുടെ പെർമനന്റ് ക്യാമ്പസ് ആകുന്ന ചിറാപുഞ്ചിയിലേക്ക് അവർ പോകുവാനിടയായി തീർന്നു. ഇന്ന് ആ കുഞ്ഞുങ്ങളെ കാരണം സൺഡേയിൽ എനിക്ക് 2 സ്ഥലത്ത് പോകേണ്ടത് കൊണ്ടും പല പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇനി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇവിടെ ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുക ആഗ്രഹിക്കുന്നു. അതുപോലെ ഷില്ലോങ്ങിൽ പല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഔട്ട്റീച്ച് ചെയ്യാം. ഇത് NIT സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കുള്ള പ്രവർത്തനമാണ്. അങ്ങനെ പല രീതിയിലുള്ള മീറ്റിംഗ് കൊണ്ടുപോകാനായിട്ട് ദൈവം സഹായിക്കുന്നു. ഇത് നോംപോയിൽ ഉള്ള ഒരു സഭാകളാണ് നമ്മുടെ. അപ്പോൾ ആ രീതിയിൽ ദൈവം അവിടെ ഒരുക്കി. അവിടെ ആ ഒരു ഹോൾ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ പല രീതിയിൽ അത് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഞങ്ങൾ ദൈവവചനം പഠിപ്പിച്ച് ഇവർ തന്നെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നതും. അങ്ങനെ അവർക്കും ഒരു മിഷനോടുള്ള രീതിയിൽ ചെയ്യുവാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി കാര്യങ്ങളെ കൊണ്ടുപോകുവാൻ ദൈവം കൃപ ചെയ്യുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പല രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പല സോഷ്യൽ വർക്കിലും ഞങ്ങൾ സഭയായിട്ട് ഇൻവോൾവ് ആക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലെല്ലാം ഇവരെല്ലാം ദേ ഓൾ ആർ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് മേഘാലയ അനുഭവിക്കുന്ന ഒരു കാര്യം, ഇത് 2023 വന്ന ഒരു പേപ്പർ കട്ടിംഗ് ആണ്. മേഘാലയ ഓവർ 2.5 lakhs പീപ്പിൾ ഇൻക്ലൂഡിംഗ് 30,000 വുമൺ
ആർ ഡ്രഗ് അഡിക്ട്സ് സെയ്സ് ദ മിനിസ്റ്റർ. ഇത് മിനിസ്റ്ററിന്റെ ഒരു വാക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. കാരണം ഇതിന്റെ പിന്നിലുള്ള കാരണം ഇത് ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത് കഞ്ചാവിന്റെ തൈയാണ്. നോർത്ത് ഈസ്റ്റ് സുലഭമാണ്. അപ്പോൾ ഏകദേശം ഒരു 7 വയസ്സാകുമ്പോഴത്തേക്കും മിക്കവാറും കുഞ്ഞുങ്ങൾ പുകവലിക്കുവാൻ തുടങ്ങും. ഒരു 16 വയസ്സാകുമ്പോഴത്തേക്കും അവർ അതിലേക്ക് അഡിക്റ്റ് ആവുകയാണ്. പിന്നെ 16 വയസ്സാകുമ്പോഴത്തേക്കും പുതിയ ഇൻവെൻഷനാണ്, പുതിയ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു 18 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാവരും സിഗരറ്റും ആൽക്കഹോളും അവരെ ഡ്രഗ്സ് എല്ലാം ഉപയോഗിച്ച് അവരുടെ ജീവിതം ആ ഒരു നിലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വിശേഷിച്ച് വിശേഷിച്ച് മെഹാലി ഓർത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രവർത്തനം ഇനിയും ധാരാളമായി ഇവിടെ നടക്കേണ്ടതിനായി അനേകർ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ദൈവം ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ എൻ്റെ ഒരു സാക്ഷ്യത്തിൽ കൂടി 2 കാര്യം കൂടെ ഞാൻ പറയാണ്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ പ്രവർത്തന മധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഗോഡ്സ് പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കരുതൽ എപ്രകാരം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതിലൊരു കാര്യം മാത്രം, പല കാര്യങ്ങളുണ്ട്, ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കാവൽ, പ്രൊട്ടക്ഷൻ എങ്ങനെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒരു വാക്യം 1 Corinthians chapter 1:9 പറയുന്നത്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഹു കോൾഡ് ഇൻ ടു ഫെലോഷിപ്പ്. അതിൽ 1 Thessalonians chapter 5:24 പറയുന്നത്, ഫെയ്ത്ത്ഫുൾ ഹി ഈസ് കോൾസ് യു. 2 Thessalonians chapter 3:3, the Lord is faithful, he is strengthened and protect you from evil one. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ 2005 വന്നു. ഇന്നും ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇതൊരു ട്രൈബൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ട്രൈബൽ സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു സ്ഥലം ഓൺ ചെയ്യുവാനോ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് സാധ്യമല്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ഇവിടെ വാടക വീട്ടിലേ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല വീടുകൾ താമസം മാറേണ്ടതായിട്ട് വരും. കാരണം ഞങ്ങൾ കൂടി വരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം 4ാമത്തെ വീട് മാറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റഹീലി ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ തുടരണോ അതോ ഇവിടുന്ന് മാറണോ എന്നുള്ളൊരു ചിന്ത വരെ വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഹൗസ് ഓണർ പെട്ടെന്ന് വാടക കൂട്ടുകയും ഞങ്ങൾക്ക് മാറേണ്ടതായ ഒരു സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് തീരുമാനമായി ഏകദേശം ഇവിടെ ഇനിയിപ്പോൾ തുടരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവം ഇത് പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയും അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു വീട് ഉണ്ട് ബ്രദറെ നമുക്ക് പോയി കാണാം. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഞാൻ കടന്നു വരികയും ആ ഹൗസ് ഓണറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒറ്റ ചോദ്യം ചോദിച്ചു, വിച്ച് മിഷൻ ആർ യു ബിലോങ്സ്? അപ്പം ഞാൻ പറഞ്ഞു ബ്രദറൻ മിഷനിൽ നിന്നാണെന്ന് പറഞ്ഞു. ബ്രദറൻ മിഷൻ എന്ന് പറയുകയും താൻ പെട്ടെന്ന് ഫോൺ എടുത്ത് മറ്റൊരാളെ വിളിച്ചു, എന്തോ പറഞ്ഞു. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീട്ടിൽ വന്ന് നിങ്ങൾ താമസിക്കുക, അതിൻ്റെ ഫ്രണ്ട് റൂം ഇച്ചിരി വലുതാണ്, അപ്പോൾ ഇവിടെ മീറ്റിംഗ് കൂടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വേറെ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ദൈവത്തിൻ്റെ വഴികളാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നു, ഷിബയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ പിന്നെ 1 മാസത്തെ അവധി പറഞ്ഞ് ഞങ്ങൾ വരുവാനിടയായി തീർന്നു. അങ്ങനെ വന്ന സമയത്താണ് അദ്ദേഹം 1 മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസം ആരംഭിച്ചു. ഞങ്ങളെ വന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മുസഫർപൂരിൽ വർക്ക് ചെയ്യുന്ന PJ ജോൺ എന്ന് പറയുന്ന ഒരു അങ്കിളിനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇവാഞ്ചലിസ്റ്റ് PJ ജോൺ അങ്കിളെ ഞങ്ങളെല്ലാം മീൻസ് എൻ്റെ പിതാവ് അവരെല്ലാം ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഒറീസയിലൊക്കെ വരാറുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 5 വർഷം ഞാൻ ബ്രദറിൻ അസംബ്ലിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ PJ അങ്കിളാണ് എന്നെ എപ്പോൾ അസുഖം വന്നാലും ടേക്ക് കെയർ ചെയ്യാറ്. അപ്പോൾ അദ്ദേഹം ഫോൺ നമ്പറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഫോൺ നമ്പറൊക്കെ എടുത്ത് സാറിന് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്തൊരു കാര്യം, PJ അങ്കിൾ തന്നോട് ചെയ്ത കാര്യം, ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിൻ്റെ ഒരു കരുതൽ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഒരു ടെൻഷനും ഇല്ലാതെ ഇന്ന് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ദൈവനാമത്തിൽ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും എന്നെങ്കിലും ഒരിക്കലും അതിൻ്റെ ദർ വിൽ ബി എ ഡെഫിനറ്റ് റിസൾട്ട്. നമ്മൾ ഒരിക്കലും റിസൾട്ട് കണ്ടിട്ടൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ചെയ്യുന്ന ദൈവം എപ്പോഴും വിശ്വസ്തനാണ്.
കരുതുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി രണ്ടാമത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയ, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റിയ ഒരു 2 സംഭവങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് 2021 സംഭവിച്ചത്. ആക്ച്വലി അന്ന് ഭയങ്കര തണുപ്പാണ്. ഇത് ആക്ച്വലി ഇതൊരു നല്ലൊരു തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇതൊരു കരി കത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു അടുപ്പാണ്. അപ്പോൾ മരക്കരി ഉപയോഗിക്കും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കറണ്ട് ബില്ലൊക്കെ കൂടിയപ്പോൾ ഞാൻ മുമ്പിൽ കത്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തണുപ്പ് ആ വർഷം വളരെ കൂടുതലാണ്. അപ്പോൾ കരിയൊക്കെ കിട്ടു. കുറച്ച് നേരം ഞങ്ങൾ വായിച്ചും പഠിച്ചുകൊണ്ടിരുന്ന ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ഇവരെല്ലാവരും കിടക്കുവാനായിട്ട് റൂമിലേക്ക് പോയി. അപ്പോൾ കരി കത്തിച്ച് മുഴുവനും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാം സംഭവം ഇത് ഡേഞ്ചറാന്നുള്ളത്. പക്ഷെ എന്നാലും അന്ന് എന്തുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ ഈ അടുപ്പ് എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം വായിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കം വന്നു. ഞാൻ കയറി കിടന്നുറങ്ങി. ഒരു 12 മണിയായപ്പോൾ എൻ്റെ മകൻ ഒരു അൺയൂഷ്വലായിട്ടുള്ള ഒരു കരയായി തീർന്നു. അവൻ കരഞ്ഞു. ഞങ്ങളെല്ലാം പെട്ടെന്ന് അലേർട്ടായി. പെട്ടെന്ന് ഞങ്ങൾ എണിച്ചു. ഞാൻ എണിച്ചപ്പോൾ മോള് പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർന്നത്, അയ്യോ കരി അകത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് ഈ കരിയടുപ്പ് എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ തിരിച്ച് ബെഡ്റൂമിൽ വന്ന് വാതിൽ തുറന്ന് അടച്ച് ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഇങ്ങനെ തുറന്ന് ഇത് ചെയ്ത് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ബോധം പോയി. ഞാൻ മറിഞ്ഞു വീണു. വായിന്ന് നിറയും പതിയൊക്കെ വന്ന് കണ്ണെല്ലാം നനച്ചു. മോള് അതേപോലെ തന്നെ എണിക്കുന്നു, മറിഞ്ഞു വീണു. ഷിഫിക്ക് ആക്ച്വലി ദൈവം സഹായിച്ച അന്ന് ശരിക്കും അവൾക്ക് പ്രയാസമുള്ള അന്ന് ദൈവം സഹായിച്ച ഒന്നും സംഭവിച്ചില്ല. ദൈവം ആ രീതിയിൽ അവളെ നിലനിർത്തി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇനി എന്താണെന്നുള്ളത് അവൾക്കും മനസ്സിലാവുന്നത്, എനിക്ക് ബോധമില്ല കിടന്നു. പക്ഷേ ഒരു കുറച്ച് മിനിറ്റ്, എത്രയോ മിനിറ്റാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് തന്നെ ഞാൻ എന്തോ ദൈവം പെട്ടെന്നൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ പെട്ടെന്ന് എണിച്ചു വന്നു. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വന്നു. അതിനുശേഷം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ ദൈവം മരണത്തിൽ നിന്ന് വലിയൊരു വിടുതൽ അന്ന് ഞങ്ങൾക്ക് നൽകി. കാരണം ഇതൊരു ഡേഞ്ചറാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷേ അത് അവിവേകം കൊണ്ടല്ല, ഞാൻ അറിഞ്ഞതാണ്. പക്ഷേ ഈവൻ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ God has a definite purpose for our life. അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ഒന്നാമത്തെ സംഭവം. ഇനി രണ്ടാമത്തെ സംഭവം, ഇത് കഴിഞ്ഞ വർഷം 2024 ഇവിടെയുള്ള ഗാങ്ടോക്കിൽ ഒരു പ്രോഗ്രാം നടക്കുവാന്ന് കേട്ട് ഞാൻ ഇവിടെയുള്ള യുവാക്കളുമായിട്ടും NIT സ്റ്റുഡൻസുമായിട്ടും അങ്ങോട്ട് പോകാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അവിടെ പോയി അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ലാൻഡ് സ്ലൈഡിംഗ് ഉള്ള ഒരു വഴിയിലൂടെ ജസ്റ്റ് പാസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ വണ്ടികളും പോകുന്നു, ഞങ്ങളുടെ വണ്ടിയും വന്നു. പക്ഷേ ഞങ്ങളുടെ വണ്ടി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിയപ്പോൾ സ്റ്റക്കായി. അപ്പോൾ ഡ്രൈവർ അത് ബാക്കും ഫ്രണ്ടും എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ മുകളിലേക്ക് മലയിലേക്ക് നോക്കിയത്. അപ്പോൾ ഒരു വലിയൊരു കല്ല്, ഒരു ഇന്നോവയുടെ പകുതിയുള്ള ഒരു കല്ല് ഉരുണ്ടു വരുന്നത് കണ്ടു. പറഞ്ഞ സമയം കൊണ്ട് ഈ സംഭവം താഴത്തേക്ക് വരുന്നു. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു കല്ല് വരുന്നു. വണ്ടി പറയുന്ന നിമിഷം കൊണ്ട് കല്ല് വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ വീണു. പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ എന്തെന്ന് വെച്ചാൽ ആ വണ്ടി സ്റ്റക്കായതുകൊണ്ട് കല്ല് വന്ന് വീണപ്പോഴും നത്തിങ് ഹാപ്പൻ. ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ വന്നില്ല. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ കല്ല് ഒരു പക്ഷേ അത് സൈഡിൽ വീണായിരുന്നെങ്കിൽ വണ്ടി മറിഞ്ഞ് നേരെ അതിൻ്റെ അടുത്തുള്ള നദിയിലേക്ക് വീണാൽ ഞങ്ങളെല്ലാം അന്ന് തീർന്നേനെ. അതല്ല, വണ്ടി മുമ്പോട്ട് പോയായിരുന്നെങ്കിൽ കല്ല് കറക്റ്റായിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് വീണേനെ. പക്ഷെ ദൈവം അതിനും ഇടവരാതെ ഞങ്ങളെ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോഴും സാത്താൻ്റെ വളരെയേറെ അറ്റാക്ക് ഓരോ നിലയിലും ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ കരുതൽ, കാവൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കുന്നു. അങ്ങനെ ഇവിടെ ആയിരിക്കാനും പ്രവർത്തിപ്പാനും ദൈവം സഹായിക്കുന്നു. സന്തോഷത്തോടെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്, ഹൗ യു അനലൈസ് ദ ഗോസ്പൽ മിഷൻ. അപ്പോൾ കാരണം ഓരോ സ്ഥലങ്ങളിലും മിഷൻ പ്രവർത്തനം ഓരോ രീതിയിലാണ്. ദൈവം കാരണം ഓരോ ഗ്രൂപ്പിനോടും നാം ദൈവവചനം കൺവേ ചെയ്യുന്നതും ദൈവവചനം ഒന്നാണെങ്കിലും ദ വേ ഓഫ് കൺവേയിങ് ദ മെസ്സേജ്
ഇറ്റ് ക്യാൻ ബി എ ഡിഫറെന്റ് വേ. സോ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന് എല്ലാവരെ കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുകയും ദൈവത്തെ നമ്മൾ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയണം എന്നുള്ളതും നാം മനസ്സിലാക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സഹായിക്കും. ദൈവം പലർക്കും നല്ല കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ചിലവർക്ക് റിസോഴ്സസ് ആയിരിക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ വെൻ യു പുട്ട് ഇറ്റ് ടുഗദർ ആക്ച്വലി വി വിൽ ഹാവ് എ വണ്ടർഫുൾ ഗോസ്പൽ മിഷൻ. അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും മുന്നോട്ട് പോകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫ്യൂ പ്രയർ റിക്വസ്റ്റ് മാത്രം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വി നീഡ് മോർ സെർവൻസ് ഓഫ് ദ ലോർഡ് ഇൻ മേഘാലയ. ഇന്ന് കാരണം ഞാൻ വർക്ക് അമംഗ് ദ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ഇവിടെ ഇപ്പൊ എല്ലാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവിടെ ആയി. അവരുടെ ഇടയ്ക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, കാരണം ഇതൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് വി ഹാവ് ലോട്ട് ഓഫ് ആക്സസ്. പക്ഷെ പ്രോബ്ലം പ്രവർത്തിക്കുവാൻ ആളില്ല എന്നുള്ളതാണ്. സോ വി നീഡ് ടു കൺസിഡർ ദാറ്റ്, നമ്പർ 1. നമ്പർ 2, വർക്ക് അമംഗ് ദ ഇൻമേറ്റ്സ് ഇൻ ഡിഫറെന്റ് ജയിൽ. ഇന്ന് ഇവിടെ 12 ഡിസ്ട്രിക്റ്റിൽ 11 ജയിലുണ്ട്. ഇന്ന് ഞാൻ ഒരു ജയിലിൽ മാത്രമാണ് പോകുന്നത്. 11 ജയിലിൽ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം വി ഡോണ്ട് ഹാവ് വർക്കേഴ്സ്. ആൻഡ് തേർഡ്ലി, ടു വർക്ക് അമംഗ് ദ ഡ്രഗ് അഡിക്ട്സ് ആൻഡ് ആൽക്കഹോളിക്സ്. എല്ലാ പ്രാണനും വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം നോക്കുമ്പോൾ എവ്രി സോൾ ഈസ് വാല്യുബിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആണെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിൽ കൂടി കടന്നു പോകുന്ന ഈ സ്ഥലത്ത് അതിനിടയ്ക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ആളുകളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേ രീതിയിൽ ഈ വിഷയങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ഇങ്ങോട്ട് വരുവാനായിട്ട് എൻകറേജ് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം അത് വെക്കുന്നു. രണ്ടാമത്തെ റിക്വസ്റ്റ്, വി നീഡ് എ പ്രോപ്പർ പ്ലേസ് ഫോർ വർഷിപ്പ്. സോ വി ആർ planning and we are praying for it. Please do pray for that and need good health to continue the ministry. ഇവിടെ ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ വളരെ കൃപ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വാട്ട് യു ക്യാൻ ഡു ഇറ്റ്, പ്ലീസ് പ്രേ ഫോർ അസ്. 1 Thessalonians chapter 5 verse 25. രണ്ടാമത്, കം ആൻഡ് സീ. നോ ദാറ്റ് മേ ബി വളരെ ദൈവനാമമഹത്വത്തിനായി യു ക്യാൻ കം ആൻഡ് സീ. ആൻഡ് തേർഡ്ലി, എൻകറേജ് വൺ അനദർ ഫോർ ദ മിഷൻ. സോ ആ ഒരു രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. ഇപ്രകാരം ഒരു ചെറിയ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം സഹായിച്ചു പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി എൻ്റെ മുമ്പിൽ 10 മിനിറ്റ് ഉണ്ട്. അതിൽ ചെറിയൊരു ആലോചന ഞാൻ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു ചെറിയൊരു സത്യമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം പലപ്പോഴും വലിയ വലിയ ആളുകളെ കുറിച്ച് പലപ്പോഴും നാം കേൾക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാം വളരെ ഫേമസ് ആണ്. തൻ്റെ ഇവാഞ്ചലിസ്റ്റും മിഷനും കാര്യങ്ങളെല്ലാം ഇത്രയും സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തി നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബില്ലി ഗ്രഹാമിനെ പോലെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യുവാൻ വേറെ ഒരാളില്ല. അപ്പോൾ ഹി വാസ് സോ ഫേമസ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ആർക്കും അറിയുവാൻ കഴിയാത്തൊരു കാര്യം, ഹൂ ലെഡ് ബില്ലി ഗ്രഹാം ടു ദ ലോർഡ്. ബില്ലി ഗ്രഹാമിനെ കർത്താവിലേക്ക് നയിച്ചത് ആരാണെന്ന് നമുക്ക് ആർക്കും, എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. അപ്പോൾ അത് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. പക്ഷെ ഞാൻ അത് പഠിക്കുവാനും ഇതെല്ലാം ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, മോർദെഖായി ഹാം എന്ന് പറയുന്ന ഒരു ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റാണ് ബില്ലി ഗ്രഹാമിനെ റഷ്യയിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇതേപോലെയുള്ള ഒരു സിമിലർ ഒരു സംഭവം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു വ്യക്തിയുടെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും എന്നെ വളരെയേറെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾക്കും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പാകെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 10 മുതൽ അതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതൊരു സാധാരണ വ്യക്തി, ഒരു വളരെ സാധാരണപ്പെട്ട ഒരു ശിഷ്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ശിഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗുരുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശേഷ ശിഷ്യൻ എന്നുള്ള വാക്കുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം അധ്യായം മുതലുള്ള ആ ഒരു വാക്കിൻ്റെ പഠനം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന ആ ശിഷ്യന്റെ പേര് അത് അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.
ഈ അനന്യാസ് നെ പറ്റി നാം നോക്കുകയാണെങ്കിൽ താൻ ഒരു അപ്പോസ്തലനല്ല, മേശയിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണത്തിൽ പെടുന്ന ഒരാളുമല്ല, പിന്നെ ഒരു അറിയപ്പെടാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് എന്നുള്ളത് മാത്രം ഒരു 6-7 കാര്യങ്ങൾ പോയിന്റായിട്ട് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്ന് നിന്നു. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഗോഡ് യൂസസ്, ദൈവം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നാം നോക്കുകയാണെങ്കിൽ അതിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇവിടെ വായിക്കുന്നത് 22-ന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നല്ല സാക്ഷ്യം ഉള്ള ഒരു വ്യക്തിയെ ആണ് ദൈവം ആഗ്രഹിക്കുകയും ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം തൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിയിൽ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഒന്നാമത്തെ കാര്യം നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇനി രണ്ടാമത്, ആ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത് ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നുള്ളതാണ്. അതായത് ദൈവവചനത്തോട് ഭക്തി കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുന്നത്. ഇനി നാം തിരിച്ച് ഇവിടെ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത് ദൈവം ആഗ്രഹിക്കുകയും നോക്കുകയും ചെയ്യുന്ന കാര്യം എന്തെന്നാൽ, ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കുന്നത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ ആണ് ദൈവം തൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പാഠം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ആ ഒരു രീതിയിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ 4-ാമത്തെ കാര്യം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു, കർത്താവെ അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. ഇനി 4-ാമത്തെ കാര്യം നാം അവിടെ മനസ്സിലാക്കുന്നത്, കർത്താവിൻ്റെ വിളിയോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ദൈവ വേലയ്ക്കായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി നാം നോക്കുകയാണെങ്കിൽ അനന്യാസ് വളരെ പ്രാർത്ഥനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ദൈവമാണ് തന്നോട് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം തൻ്റെ ഉത്തരം ഇപ്രകാരമാണ്, കർത്താവേ അടിയനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ വിളി കേട്ട മാത്രയിൽ തന്നെ അത് കർത്താവാണെന്ന് മനസ്സിലാക്കുവാനും അത് കർത്താവെ അടിയനിതാ എന്ന് പറയുവാനും തനിക്ക് ഇടയായിത്തീർന്നു. So God wanted to communicate with us, but the problem, are we willing to communicate with him? ദൈവം എപ്പോഴും അത് തന്നെയാണ്. നമുക്കറിയാം, ബൈബിളിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ദൈവം ആദാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീ എവിടെ എന്നാണ് തന്നോട് ചോദിക്കുന്ന ചോദ്യം. ഇന്നും ദൈവം ആ ചോദ്യത്തിൻ്റെ ഒരേ ഒരു മറുപടി ഇന്നും ആഗ്രഹിക്കുന്നത് അടിയനിത എന്നുള്ളതാണ്. ഹിനൈനി എന്നാണ് ഹിബ്രോയിൽ പറയുന്നത്. അപ്പോൾ നാം ആ വാക്കിനെ പറ്റി ഞാൻ 2-3 കാര്യങ്ങൾ പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അതിന് അബ്രഹാം ഹിനൈനി ഹീറായാം എന്ന് താൻ പറയുവാനിടയായി തീർന്നു. ജനസിസ് ചാപ്റ്റർ 31:11 അബ്രഹാം യാക്കോബിനെ വിളിച്ചു. അതിന് യാക്കോബ് അടിയനിത ഞാനിതാ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവം വീണ്ടും യാക്കോബിനെ വിളിച്ചു. അവിടെയും അതിന് യാക്കോബ് ഞാൻ ഇതാ എന്ന് പറയുവാനിടയായി തീർന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ദൈവം മോശയെ വിളിച്ചു. മോശയും അതിന് മോശ പറഞ്ഞത്
അടിയൻ ഇതാ എന്നുള്ളതാണ്. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 4 അവിടെ ദൈവം സാമുവേലിനെ വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെയും സാമുവേല് അടിയൻ ഇതാ എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 6 അധ്യായം 8 വാക്യത്തിൽ കർത്താവിന്റെ ഒരു വലിയ ചോദ്യമുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? അപ്പോഴും യെശയ്യാവ് പറഞ്ഞത്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും ആ ചോദ്യം, ഒരു വിളി വരികയാണ്, അനന്യാസേ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം 10 വാക്യത്തിൽ വായിച്ചിരുന്നത്. കർത്താവ് അനന്യാസിനെ വിളിച്ചു. അതിന് അനന്യാസ് ഇടിയോ എന്നുവെച്ചാൽ ഹിയർ ഐ ആം, ഞാനിതാ എന്ന് താൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോഡ് ഈസ് നോട്ട് ആഫ്റ്റർ അവർ എബിലിറ്റി, ബട്ട് ഹീ ഈസ് ആഫ്റ്റർ അവർ അവൈലബിലിറ്റി. കർത്താവിൻ്റെ വിളിയോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവനെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തുറന്നു പോകട്ടെ, അതിൻ്റെ 11, 15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം 11 വാക്യം, അതുപോലെ 15 വാക്യത്തിൽ വായിക്കുന്നത്, അവിടെ വായിക്കുന്നത്, കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന്. ഇനി 15 വാക്യം, 15 വാക്യത്തിന്റെ തുടക്കത്തിൽ നിന്ന് കർത്താവ് അവനോട് നീ പോക എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ കൽപ്പന അനുഗമിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ദൈവം ഉപയോഗിക്കണമെങ്കിൽ. ആ വ്യക്തി കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇവിടെ ദൈവം പറയുന്നത് യു ഗോ. ഇനി അത് ആ കൽപ്പന വളരെ വ്യക്തമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കർത്താവ് അതിനെക്കുറിച്ച് പറയുന്ന കൽപ്പന പറയുന്ന ഇപ്രകാരമാണ്, നീ വേർ ടു ഗോ, നീ നേർവീതി എന്ന തെരുവിൽ ചെല്ലണം. ഇനി ആരുടെ വീട്ടിൽ ചെല്ലണം എന്ന് വെച്ചാൽ യൂദയുടെ വീട്ടിൽ. ഇനി എന്ത് ചോദിക്കണം? തർസോസുകാരനായ ശൗൽ എന്നുള്ള പേരുള്ള ഒരു വ്യക്തി ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇനി കർത്താവ് പറയുകയാണ്, അവൻ എന്താ ചെയ്യുന്നത് അറിയാമോ? ഹീ ഈസ് പ്രേയിങ്, അവൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി അതിനുശേഷം നാം തുറന്ന് വായിക്കുമ്പോൾ അവിടെ വരുന്നത്, അനന്യാസ് എന്ന ഒരു വ്യക്തി വരുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ കൽപ്പന ഒരിക്കലും അവ്യക്തമായ കൽപ്പനയല്ല. He always gives the right command and that we need to follow. ഇവിടെ പറയുന്നത് അനന്യാസിനെ കുറിച്ച് വായിക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഇനി തുടർന്ന് നാം വായിക്കുമ്പോൾ അതിന്റെ 13 വാക്യത്തിൽ വായിക്കുമ്പോൾ അനുസരിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ് പറയുന്നത് അറിയാമോ? ദ ടാസ്ക് ഈസ് വെരി ഡിഫിക്കൽട്ട്. അവിടെ പറയുന്നത്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അവൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ ദോഷം ചെയ്തവനാണ്, ഇനിയും ദോഷം ചെയ്യുവാൻ അവൻ്റെ കയ്യിൽ അധികാരപത്രവുമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയോടാണ് ഞാൻ പോയി പറയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ അനന്യാസിന്റെ ചോദ്യം. പക്ഷെ ദ ടാസ്ക് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ദൈവം അവിടെ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് ആവശ്യം. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യം നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. ഇന്ന് സുവിശേഷം പറയുവാനോ അല്ലെങ്കിൽ ഓപ്പൺലി ചെയ്യുവാനോ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത്, ഈ സാഹചര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാനും കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിക്കുവാനുമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെയും കാണുന്നത്, സോ ഹി വാസ് ദ മാൻ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവസാനമായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. അവിടെ വായിക്കുന്ന അതിന്റെ 15, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ സംക്ഷിപ്തമായിട്ട് ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൽ നിന്നും പ്രാപിച്ചത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിച്ചത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെല്ലാവർക്കും ദൈവത്തിന്റെ കൃപാവരങ്ങൾ നൽകി ദൈവം നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം നാം മനസ്സിലാക്കേണ്ടത്, ദൈവം പറയുന്ന പണി മാത്രം ചെയ്യുവാൻ പോയാൽ മതി. അല്ലാതെ നമ്മളൊന്നും വി നോ നീഡ് ടു ഗോ ആഫ്റ്റർ എനിത്തിങ്. ദൈവം പറയുന്ന പ്രവൃത്തി അത് ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, ഒന്നാമത്തെ കാര്യം, പുതുതായി രക്ഷിക്കപ്പെട്ട ശൗലിന്റെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശം എന്താണ് എന്നുള്ളത് പറയുവാനായിട്ട് അനന്യാസിനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ്. 15 വാക്യം,
അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം ആകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. അതായത് പുതുതായിട്ട് കൺവേർട്ട് ചെയ്തു വന്ന ശൗലിൻ്റെ ജീവിതം ഇനി ഭാവി കാര്യങ്ങൾ എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നുള്ള ഒരു വലിയ മെസ്സേജ് കൺവേ ചെയ്യുവാനായിട്ട് ദൈവം അനന്യാസിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന് പത്രോസിന് അവിടെ ഉപയോഗിക്കുന്നില്ല, സ്റ്റീവ് അല്ലെങ്കിൽ മറ്റുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപയോഗിക്കുന്നില്ല. ഹി വാസ് യൂസിങ് എ കോമൺ മാൻ ലൈക്ക് അനന്യാസ് എന്ന ഒരു ഡിസൈപ്പിളിനെ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ മഹാത്മ്യം. സോ പുതുതായി രക്ഷിക്കപ്പെട്ട ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശങ്ങളെ അറിയിക്കുവാൻ ആ ഒരു കടമയ്ക്കായിട്ടാണ് ദൈവം അവനെ വിളിച്ചത്. രണ്ടാമത്, ശൗലിൻ്റെ മേൽ കൈവച്ച് അവനെ സൗഖ്യമാക്കുക. അതെന്താണ് അവിടെ വായിക്കുന്നത്? 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നീ പോയി കൈവയ്ക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ താൻ നാം മനസ്സിലാക്കുന്നത് താൻ കാഴ്ച പ്രാപിക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഹി ഹാവ് എ വേർഡ് മിനിസ്ട്രി, അറ്റ് ദ സെയിം ടൈം ഹി ഹാഡ് എ ഹീലിംഗ് മിനിസ്ട്രി ടു. ഇനി മൂന്നാമത് ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു കാര്യം, അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു പരാമർശ പ്രകാരമാണ്, അവൻ്റെ മേൽ കൈവച്ച് ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശൗലിൻ്റെ മാനസാന്തരത്തിൻ്റെ സ്ഥിരീകരണം നടത്തുക എന്നുള്ള ഒരു വലിയ ഡ്യൂട്ടിയാണ് അനന്യാസിനെ ദൈവം നൽകിയിരുന്നത്. അപ്പോൾ ഇന്നും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയും അതല്ലേ? നാം 2 കൊരിന്ത്യർ 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിൻ്റെ 19-ാം വാക്യത്തിൽ വരുമ്പോൾ നിരപ്പിൻ്റെ വചനവും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. സോ ഗോഡ് ഹാസ് എ ഇന്റൻഷൻ ആൻഡ് ഗോഡ് ഹാസ് എ പർട്ടിക്കുലർ പർപ്പസ് ഫോർ അവർ ലൈഫ്. സോ ആ ഒരു രക്ഷ നിർണയം പ്രാപിച്ച ശൗലിനെ സ്നാനപ്പെടുത്തുക എന്നുള്ളൊരു ഒരു വലിയ കാര്യം കൂടെ തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താൻ പറഞ്ഞ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. അവിടെ പറഞ്ഞത്, താൻ അവിടെ ചെന്ന ശേഷം പറഞ്ഞ ഒരു വാക്ക് എന്താണ്? 17-ാം വാക്യത്തിൽ വായിക്കുന്നത് സഹോദര, ശൗലേ സഹോദര എന്നുള്ളൊരു വാക്കാണ്. അതിനു മുമ്പ് താൻ പറയുന്ന ഒരു വാക്കുണ്ട്. അതെന്താണ്? കർത്താവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവെ ആ മനുഷ്യൻ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയ അനന്യാസ് അവിടെ ചെന്നപ്പോൾ ശൗലിനെ കണ്ടപ്പോൾ താൻ പറഞ്ഞത് ശൗലേ സഹോദര. ആ ഒരൊറ്റ വാക്കുകൊണ്ട് എന്താണ് സംഭവിച്ചത്? തുടർന്നുള്ള 2-3 വാക്യങ്ങൾ നാം വായിക്കുന്നത് ആ ഒരു കാര്യമാണ്. 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർക്കുവാൻ ശൗല് അതിന് സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് നാം വായിക്കുന്നത്, ദമസ്കോസിൽ പാർത്തുകൊണ്ട് യഹൂദന്മാരെ താൻ മിണ്ടാതാക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഈ ശിഷ്യന്മാർ തന്നെ തനിക്ക് അപായം വന്നപ്പോൾ കൊട്ടയിലാക്കി രക്ഷിക്കുവാനായിട്ട് ഈ ഡിസൈപ്പിൾ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടാവും, ഹൗ ക്യാൻ ഗോഡ് യൂസ് മീ? ദൈവം എങ്ങനെ എന്നെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നാം കരുതുന്നുവെങ്കിൽ ഈ 6-7 കൂട്ടം കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം. 2, ദൈവവചനത്തോട് ഭക്തിയുള്ള വ്യക്തിയായിരിക്കണം. കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തിയായിരിക്കണം. കർത്താവിൻ്റെ വിളി കേട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിയായിരിക്കണം. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനായിരിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവനായിരിക്കണം. കർത്താവിൽ നിന്നും പ്രാപിച്ച ശുശ്രൂഷ ചെയ്യുന്നവൻ ആയിരിക്കണം. അപ്പോൾ ആ നിലയിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കാര്യപരിപാടികൾക്കായി ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ആർ വി അവൈലബിൾ? ഇന്ന് നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് വളരെ ദർ ആർ സോ മെനി ഓപ്പർച്യൂണിറ്റീസ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി ഹാവ് ഗോട്ട് എ ലിറ്റിൽ ടൈം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം വളരെ രീതിയിൽ ദൈവനാമഹോദത്തിനെ ഉപയോഗിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ രീതിയിൽ എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാനും എൻ്റെ ചെറിയ സാക്ഷ്യവും ദൈവം ഞങ്ങളെ കരുതുകയും കാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ
പറയുവാൻ നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വിശേഷാൽ ഈ പ്രോഗ്രാമിൽ എല്ലാ കോർഡിനേറ്റേഴ്സിനും അതുപോലെ പ്രിയ സന്തോഷപ്പെടനും എല്ലാം എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ജസ്റ്റ് ഷോ മൈ ഫാമിലി. സോ എൻ്റെ വൈഫ് ഷിഫിയ, ഷെർലി ഷിഫിയ, പിന്നെ എൻ്റെ മകൾ കാരിസ, അല്ലെ എൻ്റെ മകൻ, ഞങ്ങളുടെ മകൻ ക്രിസൈൻ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മൾ വാഴ്ത്തപ്പെടുവാറാകട്ടെ. വളരെ ശ്രദ്ധയോടെ ഷില്ലോങ്ങിലൂടെ, മേഘാലയയിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ചില ജയിലുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു, ചില ഗ്രാമങ്ങൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ ഉൾപ്പെടെ നാം അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിൽ ആത്മീയ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന് മുമ്പിൽ കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ എത്ര ചെറുതാണ് എന്നും വലിയ മഹത്വത്തോടെ നാം അത് പറയുമ്പോൾ ഈ സാക്ഷ്യത്തിന് മുമ്പിൽ ഒരു ലജ്ജ തോന്നുകയാണ്. നാം എത്രമാത്രം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, അവസരങ്ങൾ എത്രമാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഒഴിഞ്ഞു കിടക്കുന്ന ഗ്രാമങ്ങൾ, ആ കോളേജ് പ്രവർത്തനം, ആ ജയിൽ പ്രവർത്തനങ്ങളിൽ അവിടെയുള്ള സഹോദരങ്ങൾ ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും അവിടെ ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞിരുന്നുവെങ്കിൽ, അവർ കർത്താവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ നമ്മളോട് ചേർന്ന് അവരും നിത്യതയിൽ സന്തോഷിക്കുമായിരുന്നു. ഇനി അധികം സമയം നമ്മുടെ മുമ്പിലില്ല. ഷില്ലോങ്ങിനെ കുറിച്ച്, കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് കേൾക്കുവാനുള്ള അവസരം അധികം താമസിയാതെ വരും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും, വീണ്ടും നാം കേൾക്കും. എന്നാൽ പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് നാം പ്രാർത്ഥിക്കാം. തോംസൺ ചാക്കോ, ഷില്ലോങ്, എല്ലാ ദിവസവും കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനത്തെ നാം ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അനേകരെ ആ ഫീൽഡിലേക്ക് കർത്താവ് അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ തലമുറയാകട്ടെ, നാം ആകട്ടെ. കർത്താവ് അങ്ങ് എന്നെ അയക്കുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ അയക്കുന്നെങ്കിൽ സന്തോഷത്തോടെ അവർ പോകട്ടെ എന്ന് പറയുവാനുള്ളൊരു മനസ്സുണ്ടാകണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവിൻ്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളും അപകടങ്ങളുടെ മധ്യത്തിൽ നിന്ന് വിടുവിച്ചതും അത്ഭുതകരമായി മരണത്തിൽ നിന്ന് വിടുവിച്ച കഥകളൊക്കെ നാം കേൾക്കുകയായിരുന്നു. ദൈവം കർത്താവിൻ്റെ ദാസനോട് കൂടെയുണ്ട്. കഴിഞ്ഞ 20 വർഷം കർത്താവിൻ്റെ ദാസന് ചെയ്തത് എത്രയോ മഹത്തായൊരു ശുശ്രൂഷയാണ്. ഇനിയും കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തിപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും കാൽവനാഥ് മിനിസ്ട്രിയിൽ നിന്ന് ഞങ്ങളും ആ പ്രദേശത്തേക്ക് കടന്നു വരും. കാലത്തിന്റെ തികവിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കടന്നു വരും. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ചില ദിവസങ്ങൾ പ്രവർത്തിപ്പാൻ ഞങ്ങളും തയ്യാറുള്ളവരാണ്. അതിനുവേണ്ടി ശ്രമങ്ങൾ ആരംഭിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും ഞങ്ങളെയും അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ആ ഗ്രാമങ്ങളിൽ ഇനി അനേക ദൈവദാസന്മാർ, മിഷണറി വീരന്മാർ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. ദൈവം കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. കുടുംബമായി, വ്യക്തിപരമായി പ്രതിസന്ധിയുടെ മധ്യത്തിലും ധൈര്യത്തോടെ നിന്ന് പ്രവർത്തിപ്പാൻ കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനുഗ്രഹീതമായ നിലയിൽ 2 ഗാനങ്ങൾ ആലപിച്ച പ്രിയ ജാനിസ് മോളോടും അക്സാം മോളോടും നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ദൈവം ഏറ്റവും കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ജീവിത സാക്ഷ്യം, അതൊരു വലിയ സാക്ഷ്യമല്ല, ഒരു ചെറിയ ടൈമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തൊരു സാക്ഷ്യമായി, ആഴമേറിയ ഒരു സാക്ഷ്യമായി തീർന്നു. ആ സാക്ഷ്യവും അനുഗ്രഹീതമായൊരു വചനവും അത് തന്നെയാണ് നമ്മളെ കേൾപ്പിച്ചത്. ഗോഡ് ഹാസ് എ സ്പെഷ്യൽ പർപ്പസ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ഉദ്ദേശത്തിലൂടെ നടത്തുമ്പോൾ നമ്മുടെ അടുക്കൽ തൊട്ട് ചേർന്ന് വലിയവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം കരയുന്നതും വേദനിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ കടമകൾ ഭംഗിയായിട്ട് പൂർത്തീകരിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനോടും തൻ്റെ കുടുംബത്തോടുമുള്ള അഗൈതവമായ നന്ദി ദൈവസന്നിധിയിൽ മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നാം പിരിഞ്ഞു പോകുമ്പോൾ തുടർന്നും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജോബി ജോൺ ആസാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കും. കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു.
താങ്ക് യു ബ്രദർ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണ്ണ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തിനാട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ ബോധ്യപ്പെടുത്തുന്നു. കർത്താവെ, ഈ കാൽവരിനാഥം എന്ന ഈ പ്രോഗ്രാമിലൂടെ കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് ആയിരിക്കാൻ അങ്ങ് സഹായിച്ചതിനാട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുവാൻ അങ്ങയുടെ ദാസന്മാരെ അങ്ങ് ബലപ്പെടുത്തിയതിനാട് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കർത്താവെ അങ്ങയുടെ വേലയിലായിരിക്കുന്ന ദാസന്മാരെ അങ്ങയുടെ മക്കളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേകരെ ഒരുക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിച്ച് അങ്ങയുടെ മക്കളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം ബ്രദറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ വേണ്ട എല്ലാ കൃപകളും നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ആ കുഞ്ഞുങ്ങളെ അങ്ങയുടെ മൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ ദാസൻ തോമസിനാട് നന്ദി പറയുന്നു, കുടുംബത്തിനാട് നന്ദി പറയുന്നു, കുഞ്ഞുങ്ങൾക്കാട് നന്ദി പറയുന്നു, അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കാട് നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ അനേക വർഷങ്ങളായി അങ്ങ് കാഴ്ചപ്പാട് നൽകി, ഭാരം നൽകി, കർത്താവ് അത്ഭുതകരമായി അങ്ങ് അവരെ അങ്ങയുടെ മഹത്വമുള്ള വേലയിൽ ഉപയോഗിക്കുന്നതായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് കൊടുത്ത എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവരെ ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് കൂടുതലായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ, ആരോഗ്യം നൽകണമേ, ആവശ്യങ്ങളുടെ കൂടെ നിൽക്കണമേ. അധികമായി അവർ കുടുംബമായി അങ്ങേക്ക് വേണ്ടി നിൽപ്പാനുള്ള എല്ലാ ശക്തിയും നൽകണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം കർത്താവെ. കർത്താവ്, അടിയങ്ങൾക്കും അനേക വർഷങ്ങളായി ഒന്നിച്ച് നോർത്ത് ഈസ്റ്റിലായിരിക്കാൻ അങ്ങ് സഹായിച്ചു, അതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങ് ആഗ്രഹിക്കുന്ന യോഗ്യതയോട് കൂടെ തന്നെ കർത്താവെ അങ്ങയെ സേവിപ്പാനുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ അങ്ങയുടെ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.